ജനതകളെ കർത്താവിനെ സ്തുതിക്കുവിൻ, ജനപദങ്ങളെ അവിടുത്തെ പുകഴ്ത്തുവിൻ. നമ്മോടുള്ള അവിടുത്തെ കാരുണ്യം ശക്തമാണ്, കർത്താവിൻ്റെ വിശ്വസ്തത എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിനെ സ്തുതിക്കുവിൻ. സങ്കീർത്തകൻ തൻ്റെ 117 അധ്യായത്തിൽ ജനങ്ങളോട് ആഹ്വാനം ചെയ്യുന്ന വചനങ്ങളാണിവ. യഥാർത്ഥത്തിൽ ഒരു വൈദികൻ തൻ്റെ ജീവിതത്തിലൂടെ നമ്മോട് പ്രഘോഷിക്കുന്നതും ഇതുതന്നെയല്ലേ? ഒരു സമൂഹത്തെ അഥവാ ഒരു വലിയ ജനതയെ ദൈവത്തിൻ്റെ വഴിയിലൂടെ നടക്കാനും അവിടുത്തെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും തൻ്റെ ജീവൻ മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെച്ച ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരായി ഭൂമിയിൽ പിറന്നു വീണ ഒരുപറ്റം വൈദിക ശ്രേഷ്ഠർ. സഭയെ എന്നും താങ്ങി നിർത്തുവാൻ സഭാമക്കളെ വിശ്വാസത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, പങ്കുവയ്ക്കലിൻ്റെ പുൽത്തകടിയിലൂടെ നടക്കുവാൻ ഓരോ വൈദികനും പ്രാർത്ഥനയിലൂടെയും പ്രവൃത്തിയിലൂടെയും നമ്മെ സഹായിക്കുന്നു. അവർക്ക് ജീവനുണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനും എന്നും എപ്പോഴും നാം പ്രാർത്ഥിക്കണം. ആയിരത്തി 1971 നവംബർ 14 ശ്രീ യേശുദാസിനും ശ്രീമതി പുഷ്പറീത്തിനും ഒരു കടിഞ്ഞൂൽ പുത്രൻ ജനിച്ചു. മാതാപിതാക്കൾ ആ കുഞ്ഞിന് ഡൈസൺ എന്ന് പേരിട്ടു. തിരുവനന്തപുരം അതിരൂപതയുടെ തെക്ക് ഭാഗത്ത് തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന ഇരവിപുത്തൻതുറയിലാണ് ജനിച്ചതെങ്കിലും വളർന്നത് ചിന്നത്തുറ എന്ന ഗ്രാമത്തിലാണ്. ഈ വീട്ടിലാണ് തൻ്റെ സഹോദരങ്ങളായ ഡാർവിൻ, ബെഞ്ചമിൻ, ജൂഡിത്ത്, ഹെപ്സി, ജോഹർദാസ് എന്നിവർക്കൊപ്പം ഡൈസൺ വളർന്നു വന്നത്. കുട്ടിയായിരുന്ന ഡൈസൺ തൻ്റെ വീടിനടുത്തുള്ള സെൻറ് ആൻ്റണിയുടെ കുരിശടിയിൽ ദിവസവും പ്രാർത്ഥിക്കുന്നത് പതിവായിരുന്നു. ആഴമായ വിശ്വാസവും പ്രാർത്ഥനയും പിൽക്കാലത്ത് കുട്ടി ഡൈസനെ ദൈവത്തിൻ്റെ ജനത്തിനു വേണ്ടി അവരുടെ ഇടയനാകുവാൻ ദൈവം നിയോഗിച്ചു. കുട്ടിക്കാലത്ത് ഡൈസൺ തൻ്റെ വിദ്യാഭ്യാസം നടത്തിയത് പയസ് 10th ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു. 10ാം ക്ലാസ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ഡൈസൺ തിരുവനന്തപുരം അതിരൂപതയ്ക്ക് നേതൃത്വം നൽകുന്ന അഭിവന്യ സൂസപാക്യം പിതാവിൻ്റെ അധീനതയിലുള്ള സെൻറ് വിൻസെൻ്റ് സെമിനാരിയിലെ വൈദിക വിദ്യാർത്ഥിയായി. സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് ഡൈസൺ എന്ന വിദ്യാർത്ഥിയെപ്പറ്റി അധ്യാപകർക്ക് വലിയ മതിപ്പായിരുന്നു. ഞാൻ ഒരുപാട് കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഏതാണ്ട് ഒരു 50 വർഷം ടീച്ചറായിട്ട് വർക്ക് ചെയ്തു. 50 years. ഒരുപാട് അച്ഛന്മാരുണ്ട് എൻ്റെ സ്റ്റുഡൻസ് ആയിട്ടുള്ളത്. പക്ഷേ എനിക്ക് അച്ഛനെ സംബന്ധിച്ച് പറയാനുള്ളത്, ഈസ് എ പ്രീസ്റ്റ് ഹാവിങ് എ ബാലൻസ്ഡ് മൈൻഡ്. അച്ഛനെ പറ്റി എനിക്ക് പറയാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഈയിടെയായിട്ട് ഞാൻ അറിഞ്ഞ ഒരു കാര്യം, ഒരു ഹിന്ദു കുടുംബത്തിന് വീടില്ല. വീട് വയ്ക്കാൻ, വീട്ടിന് പൈസ കൊടുക്കാൻ ആളുകളുണ്ട്, പക്ഷേ സ്ഥലമില്ല. സ്ഥലം ഇവിടെ വളരെ വിലപ്പെട്ട വിലയാണ്, വലിയ വിലയാണ്. അതുകൊണ്ട് സ്ഥലം വാങ്ങിച്ച് വീട് വയ്ക്കാൻ അവർക്ക് കഴിയില്ല. അപ്പോൾ ആ സമയത്ത് അച്ഛൻ ഇടപെട്ട് അവർക്ക് ഒരു വീടിന് വേണ്ട ഒരു സ്ഥലം തരപ്പെടുത്തി കൊടുത്തു എന്ന് ഞാൻ അറിഞ്ഞു. അതിലെനിക്ക് വളരെ വളരെ സന്തോഷം. ഡൈസൺ അച്ഛനെ ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സുപരിചിതനായ ഒരു അച്ഛനാണ്. ഈ ജനങ്ങൾക്കെല്ലാം അച്ഛൻ്റെ പേര് കേട്ടാൽ തന്നെ വലിയ സന്തോഷവും സമാധാനവും സ്നേഹം അങ്ങനെയാണ് കഴിയുന്നത്. സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ വളരെ ഡിസിപ്ലിൻഡ് സ്റ്റുഡൻ്റായിരുന്നു. അറ്റ് ദ സെയിം ടൈം ബ്രില്യൻ്റ് സ്റ്റുഡൻറ്റ്. അങ്ങനെ പഠിച്ചുകൊണ്ട് പോയി. പക്ഷേ അച്ഛൻ മട്ടത്തിൽ പോകുന്നത് നമ്മളാരും വിചാരിച്ചില്ല. ഒരിക്കൽ അച്ഛൻ സെമിനാരി ചേർന്ന് വെച്ച് സെമിനാരി തീർന്ന് വെച്ച് അച്ഛനായിട്ട് ഇങ്ങോട്ട് വന്നു. അന്ന് മുതൽ ഇവിടുത്തെ ജനങ്ങൾക്ക് അച്ഛനെ കണ്ണിലുണ്ണിയാണ്. അച്ഛൻ വന്ന് നടത്തുന്ന ഓരോ ഫംഗ്ഷനുമാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് സന്തോഷം. പ്രത്യേകിച്ചും ആ പ്രസംഗങ്ങളൊക്കെ വലിയ ഡീപ്പായിട്ട് പഠിച്ചിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ഞങ്ങളെപ്പോലുള്ള അല്പവിദ്യാസമുള്ള ആളുകൾക്ക് വളരെ തൃപ്തിയായിരിക്കും. സെൻറ്റ് പയസ് കോളേജ് മുംബൈയിൽ നിന്നും വൈദിക പഠനം പൂർത്തിയാക്കിയ ബ്രദർ ഡൈസൺ 1999 മെയ് മാസം 5 അഭിവന്യ സൂസപാക്യം പിതാവിൽ നിന്നും പാളയം ഭദ്രാസന ദേവാലയത്തിൽ വെച്ച് വൈദിക പട്ടം സ്വീകരിച്ചു. തുടർന്ന് ഉപരിവിദ്യാഭ്യാസത്തിനായി 2005 റോമിൽ നിന്നും തിയോളജിയിൽ ഡോക്ടറേറ്റ് ബിരുദം നേടിയ ഫാദർ ഡൈസൺ മാർത്താണ്ഡംതുറ, മാമ്പള്ളി, പൂന്തുറ, ഇരയിമൻതുറ, കൊച്ചുതുറ, പൂന്തുറ, ഇരവിപുത്തൻതുറ എന്നീ ഇടവകകളിൽ സേവനമനുഷ്ഠിച്ചു. KCYM ഡയറക്ടർ, പാസ്റ്റൽ മിനിസ്ട്രി ഡയറക്ടർ, കാത്തലിക് ഹോസ്റ്റൽ വാർഡൻ, മാനേജർ, മരിയൻ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, സെയിൻറ്റ് ജേക്കബ് BEd കോളേജ് എന്നീ സ്ഥലങ്ങളിൽ ഉന്നത പദവിയിൽ അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി.
തൻ്റെ സ്വന്തം ഇടവകയായ ചിന്നത്തുറ ഇടവക ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ ദിവ്യബലിയും പ്രസംഗവും ഏറെ ഇഷ്ടപ്പെട്ടിരുന്നു. അച്ഛൻ്റെ മാസ് കാണാൻ വേണ്ടി ഇടവക ജനങ്ങൾ ആ പ്രസംഗം കേൾക്കാൻ വേണ്ടി ഓടി വരും. അങ്ങനെ പ്രസംഗം കേൾക്കാൻ ഏത് സ്ഥലത്തൊക്കെ ഇരുന്നോ എല്ലാ സ്ഥലത്തുള്ള ജനങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്നു എന്നുള്ളത് എല്ലാവർക്കും ഞങ്ങൾ അറിഞ്ഞ കാര്യങ്ങളാണ്. ചിന്നത്തുറയുടെ ഇപ്പോഴത്തെ ഇടവക വികാരിയും ഡൈസൺ അച്ഛൻ്റെ ബന്ധുവുമായ ജിബു അച്ഛൻ്റെ വാക്കുകളിലേക്ക്. നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ഡൈസൺ അച്ഛൻ തൻ്റെ പൗരോഹിത്യത്തിൻ്റെ 25-ാം വർഷം സിൽവർ ജൂബിലി, രജത ജൂബിലി ആഘോഷിക്കുന്ന ആ ഒരുക്കത്തിൻ്റെ സമയത്താണ് നമ്മളായിരിക്കുന്നത്. അച്ഛനിൽ ഒരുപാട് ദൈവാനുഗ്രഹങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അച്ഛൻ്റെ ഏറ്റവും പ്രത്യേകത, എടുത്തു പറയാനായിട്ട് സാധിക്കുന്ന പ്രത്യേകതകൾ എന്തെന്ന് ചോദിച്ചാൽ അച്ഛൻ്റെ പ്രസംഗ പാടവം, പിന്നെ സംഘടനാ പാടവം, എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് കൊണ്ടുപോകുവാനുള്ള അച്ഛൻ്റെ പ്രത്യേകമായിട്ടുള്ള കഴിവ്, എല്ലാവരെയും ഒരുപോലെ കാണുവാനായിട്ട് സാധിക്കുന്ന ഒരു പ്രത്യേക കൃപാവരം അച്ഛന് കർത്താവ് നൽകിയിട്ടുണ്ട്. അപ്പം അത്രയധികം പ്രത്യേകതകളുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഡൈസൺ അച്ഛൻ. അച്ഛൻ്റെ പൗരോഹിത്യ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാവരും ഒത്തിരിയധികം സന്തോഷത്തോടു കൂടി ഓർക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഡൈസൺ അച്ഛൻ. കാരണം അച്ഛൻ്റെ പ്രസംഗവും അച്ഛൻ്റെ പുസ്തകങ്ങളും ഒക്കെ ഒത്തിരിയധികം പേരെ സ്പർശിക്കുകയും ധാരാളം ദൈവവിളികൾ പോലും അച്ഛൻ്റെ ഒരു സ്വാധീനത്തിൽ വന്നിട്ടുണ്ട്. ഒത്തിരിയധികം വൈദികർ പ്രസംഗത്തിനായിട്ട്, ഒരുക്കത്തിനായിട്ടൊക്കെ ഉപയോഗിക്കുന്നത് അച്ഛൻ്റെ പുസ്തകങ്ങളൊക്കെയാണ്. അച്ഛൻ്റെ പ്രസംഗവും ഏറെ പ്രസക്തമാണ്. രൂപതയിൽ അറിയപ്പെടുന്ന ഒരു പ്രാസംഗികനും കൂടെയാണ് അച്ഛൻ. അച്ഛൻ്റെ നേതൃത്വ പാടവം അച്ഛൻ ഇരുന്ന ഇടവകകളിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും. എല്ലാവരും ഇഷ്ടപ്പെടുന്ന അച്ഛൻ്റെ ഒരു പ്രത്യേകതയാണ് എല്ലാവരെയും ചേർത്ത് ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു വലിയ കൃപാവരം. ഇത്രയധികം പ്രത്യേകതകളുള്ള ഒരു വ്യക്തിത്വമാണ് ഡൈസൺ അച്ഛൻ. അപ്പോൾ അച്ഛന് ഈ പൗരോഹിത്യ വർഷത്തിൽ അതിൻ്റെ ജൂബിലിയുടേതായിട്ടുള്ള എല്ലാ മംഗളങ്ങളും ഏറെ സ്നേഹത്തോടു കൂടി നേരുന്നു. തിരുവനന്തപുരം സെൻറ് ജോസഫ് സ്കൂൾ മാനേജരായിരിക്കുന്ന അവസരത്തിലാണ് നന്തങ്കോട് ഇടവകയുടെ ഇടയനായി ആദ്യം വരുന്നത്. തുടർന്ന് തിരുവനന്തപുരം അതിരൂപതയുടെ വിദ്യാഭ്യാസ ശുശ്രൂഷ ഡയറക്ടർ, കോർപ്പറേറ്റ് മാനേജർ എന്നീ നിലകളിൽ പ്രവർത്തനമാരംഭിച്ചു. തൊട്ടതെല്ലാം പൊന്നാക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് അവിടെയും പ്രതിഫലിച്ചു എന്നത് അതിശയോക്തിയല്ല. വിദ്യാഭ്യാസ ശുശ്രൂഷ ഓഫീസിൽ പ്രവർത്തിക്കുന്നവർക്കും അച്ഛൻ്റെ പ്രവർത്തനങ്ങളെപ്പറ്റി ധാരാളം പറയാനുണ്ട്. അച്ഛനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങളെല്ലാവരോടും അച്ഛൻ കരുണയും കരുതലോടും കൂടിയാണ് ഞങ്ങളോട് ഇടപഴകിയിട്ടുള്ളത്. ഞങ്ങളോട് മാത്രമല്ല, എല്ലാ അധ്യാപകരോടും അനധ്യാപകരോടും അച്ഛൻ ഒരേ മനോഭാവം തന്നെയാണ്. അച്ഛൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു ഓഫീസ് നവീകരണം. അതിനു വേണ്ടിയിട്ട് അച്ഛൻ ഒത്തിരിയേറെ ശ്രമിച്ച് ഓരോ അധ്യാപകരെയും കണ്ട് വ്യക്തിപരമായിട്ടൊക്കെ സംസാരിച്ചതിന് ശേഷമാണ് ഈ ഓഫീസ് ഈ ലെവലിൽ, ഇന്ന് കാണുന്ന ലെവലിൽ ആയിട്ടുള്ളത്. അതിന് ഏറ്റവും മുൻപന്തിയിൽ നിന്നതും അച്ഛൻ തന്നെയായിരുന്നു. അച്ഛൻ്റെ സമയത്ത് തന്നെയാണ് അധ്യാപകരുടെ ഇടയിൽ ഒത്തിരിയേറെ മെഡിക്കൽ ഹെൽപ്പ്, സ്റ്റുഡൻസ് ഹെൽപ്പ്, സാലറി ഹെൽപ്പ് എന്നും പറഞ്ഞിട്ട് ഒത്തിരിയേറെ സഹായങ്ങൾ അച്ഛൻ നൽകിയിട്ടുണ്ട്. ഈ അവസരത്തിൽ സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന അച്ഛന് വിദ്യാഭ്യാസ ശുശ്രൂഷയുടെ കീഴിലുള്ള എല്ലാ സ്റ്റാഫുകളുടെയും ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. യുവജനങ്ങളെ ഒരുമിച്ച് കൂട്ടുവാനും അവരെ നയിക്കുവാനുമുള്ള അച്ഛൻ്റെ കഴിവ് എടുത്തു പറയേണ്ട കാര്യമാണ്. എനിക്ക് അച്ഛനെ ആദ്യമായിട്ട് കാണുന്ന ഓർമ്മയെന്ന് പറഞ്ഞാൽ അച്ഛൻ ആദ്യമേ ഞങ്ങളുടെ ഇടവകയിൽ ചാർജ് എടുക്കാൻ വരുന്ന ദിവസമാണ്. അപ്പോൾ ബാക്കിയുള്ള അച്ഛന്മാർ ഡൈസൺ അച്ഛനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അച്ഛന് ഭയങ്കരമായിട്ടുള്ള പ്രസംഗ പാഠവും ഉണ്ടെന്നും പറഞ്ഞാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് ബാക്കിയുള്ള KCYM-ആയിട്ടുള്ള എല്ലാ പ്രതിനിധികളുമായിട്ടുള്ള ഇൻട്രാക്ഷൻ അച്ഛൻ തന്നെ. അച്ഛൻ്റെ വാക്കുകളിലൂടെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഈശോയിലോട്ടും പള്ളിയുടെ ഓരോ പ്രവർത്തനങ്ങളിലോട്ടും ഞങ്ങൾ ഭയങ്കരമായിട്ട് അടുത്തു. പള്ളിയിൽ നിന്ന് കുറച്ച് പോലും മാറി നിൽക്കുന്ന യുവജനങ്ങളെ പള്ളിയിലോട്ട് കൊണ്ടുവരാനായിട്ട് അച്ഛന് ശരിക്കും സാധിച്ചു. ഞങ്ങളൊരു വലിയൊരു കൂട്ടായ്മയായിട്ട് വളരാൻ ശരിക്കും സാധിച്ചു. പള്ളിയിലോട്ടും ഈശോയിലോട്ടും മാത്രമല്ല ഞങ്ങൾ അടുത്തത്, സാമൂഹ്യപരമായിട്ടും ഞങ്ങൾ ഒരുപാട് പ്രവർത്തനങ്ങളിൽ ഞങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റും. ഞങ്ങളെ സമൂഹത്തിൻ്റെ മുമ്പിലോട്ട് കൊണ്ടുവരാനും അച്ഛൻ ഒരുപാട് പ്രവർത്തനങ്ങൾ ഞങ്ങൾക്കായി ചെയ്തു. അതിലൊന്നാണ് ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പും ഗ്രീൻ മിഷൻ ക്യാമ്പും. അത് രണ്ടിലും ഞാൻ ഭാഗമായെന്നുള്ളതും എനിക്ക് ഭയങ്കര ഒരു അനുഗ്രഹവും സന്തോഷം നിറഞ്ഞതുമാണ്. ഒരു സംഘം അൾത്താര ബാലകരെ എല്ലാ ദിവസവും ദിവ്യബലി മധ്യേ കാണാൻ സാധിക്കുന്നത് ഒരു വലിയ സന്തോഷകരമായ കാര്യമാണ്. ഡൈസൺ അച്ഛൻ്റെ പ്രത്യേകമായ കരുതലും സ്നേഹവും ദിവ്യബലിയോടുള്ള ആത്മാർത്ഥമായ ബലിയർപ്പണ ശൈലിയുമാണ് ഇതിനെല്ലാം കാരണമെന്ന് നമുക്ക് അനുമാനിക്കാം.
നന്തങ്കോട് ഇടവകയിൽ സജീവമായി ദേവാലയ ശുശ്രൂഷ ചെയ്യുന്നവരാണ് അൾത്താര ബാലന്മാർ. ഇത് ഡൈസൺ അച്ഛൻ്റെ ഏറ്റവും വലിയൊരു പ്രോത്സാഹനത്തിന്റെ ഫലമാണ്. എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു അൾത്താര ബാലനാവുക എന്നത്. എൻ്റെ ആഗ്രഹം മനസ്സിലാക്കിയ അച്ഛൻ ഞാൻ ആദ്യ കുർബാന സ്വീകരിച്ചതിൻ്റെ അടുത്ത ദിവസം തന്നെ എന്നോട് അൾത്താരയിൽ കയറുവാൻ പറയുകയുണ്ടായി. ഇപ്പോൾ ഞങ്ങൾ 11 പേരാണ് അൾത്താരയിൽ നിൽക്കുന്നത്. ഈ ഇടവകയിലെ മുതിർന്നവർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഡൈസൺ അച്ഛനും ഞങ്ങൾ അൾത്താര ബാലന്മാരും ഒരുമിച്ച് അൾത്താരയിൽ നിൽക്കുന്നത് കാണുന്നത് തന്നെ അവർക്കൊരു ദൈവിക അനുഭൂതി നൽകുമെന്ന്. ഇത് തീർച്ചയായും ഡൈസൺ അച്ഛൻ ഞങ്ങൾക്ക് തന്ന ആത്മീയ പരിശീലനത്തിന്റെ ഫലമാണ്. വിശുദ്ധ വാരത്തിൽ ഞങ്ങളുടെ ആത്മീയ വളർച്ചയ്ക്കായി ധ്യാനങ്ങളും ഉപദേശങ്ങളും അച്ഛൻ ഞങ്ങൾക്ക് നൽകാറുണ്ട്. ഞങ്ങളുടെ ജന്മദിന സുദിനത്തിൽ അച്ഛൻ അർപ്പിക്കുന്ന ദിവ്യബലിയിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കാറുമുണ്ട്. ഇത് ഞങ്ങൾ വലിയൊരു അനുഗ്രഹമായിട്ടാണ് കണക്കാക്കുന്നത്. ദിവ്യബലിക്ക് നേതൃത്വം നൽകാനുള്ള അവസരം ഞങ്ങൾക്ക് നൽകുന്നത് വഴി അച്ഛൻ ഞങ്ങളെ സജീവമായ ദിവ്യബലിയിലെ പങ്കാളിത്തം ഉറപ്പുവരുത്തി. ഞങ്ങളുടെ ആത്മീയവും ഭൗതികമായ വളർച്ചയ്ക്കായി പ്രയത്നിക്കുന്ന അച്ഛനെ ഈ അവസരത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. അച്ഛൻ്റെ ആയുരാരോഗ്യത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പൗരോഹിത്യത്തിന്റെ സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന ഡൈസൺ അച്ഛന് എല്ലാ ഓൾട്ടർ ബോയ്സിന്റെ പേരിൽ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. ഇടവക ഗായക സംഘത്തോടുള്ള അച്ഛൻ്റെ സമീപനം വളരെ പ്രശംസനീയമാണ്. കൂടുതൽ കരുതലും ഏറെ സ്നേഹവും നൽകി പ്രോത്സാഹന മനോഭാവത്തോടെയുള്ള അച്ഛൻ്റെ ഇടപെടൽ അനുസ്മരണീയമാണ്. അച്ഛനെ പറ്റി പറയുവാണെങ്കിൽ ക്വയറിലെ ഓരോ അംഗങ്ങൾക്കും അച്ഛൻ പ്രത്യേകം കരുതലും സ്നേഹവും നൽകാറുണ്ട്. ഞങ്ങളെ വിനോദയാത്രകൾക്ക് കൊണ്ടുപോകാറുണ്ട്. ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങളും പറയാതെ തന്നെ അച്ഛൻ ചെയ്തു തരാറുണ്ട്. പുതിയ തലമുറയെ ദൈവത്തോട് അടുപ്പിക്കാൻ അച്ഛനുള്ള പങ്ക് വളരെ വലുതാണ്. മറ്റ് വൈദികരിൽ നിന്ന് വ്യത്യസ്തരായി അച്ഛൻ കൊയറിലെ ഓരോ അംഗങ്ങൾക്കും പ്രത്യേകം കരുതലും സ്നേഹവും ഇന്നോളം അച്ഛൻ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ജൂബിലി ആഘോഷിക്കുന്ന അച്ഛന് ഞങ്ങളുടെ എല്ലാ അംഗങ്ങളുടെയും പേരിൽ സ്നേഹവും പ്രാർത്ഥനകളും നേരുന്നു. നന്തങ്കോട് ഇടവകയിൽ സേവനമനുഷ്ഠിച്ച എല്ലാ വൈദികരും മികച്ച സേവന മനോഭാവം ഉള്ളവരായിരുന്നു. എന്നാൽ ഡൈസൺ അച്ഛൻ്റെ പ്രവർത്തനങ്ങൾ കുറെ കൂടി മെച്ചപ്പെട്ടതായിരുന്നു എന്ന് പറയുകയാണ് കൂടുതൽ ഉചിതം. ഡൈസൺ അച്ഛനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്രയും ജനകീയനായ ഒരു ഇടവക വികാരി എൻ്റെ അറിവിൽ ഈ ഇടവകയിൽ ഉണ്ടായിട്ടില്ല. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ഇടവക ജനങ്ങളെയും ഒരുപോലെ ഒത്തൊരുമയോടെ കൊണ്ടുപോകാനായിട്ട് അച്ഛന് സാധിച്ചിട്ടുണ്ട്. ഇടവകയുടെ വളർച്ചയ്ക്കായി ഓരോ ശുശ്രൂഷാ സമിതിയും എടുക്കുന്ന നല്ല തീരുമാനങ്ങൾ അച്ഛൻ അംഗീകരിക്കുകയും അതിന് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുകയും ചെയ്യാറുണ്ട്. ഒരു നേതാവ് ജനഹിതം അറിഞ്ഞ് പ്രവർത്തിക്കണമെന്ന് നാം പഠിച്ചിട്ടുള്ളത്. അത് അക്ഷരം പ്രതി ശരിയാണെന്ന് അച്ഛൻ തൻ്റെ പ്രവൃത്തികളിലൂടെ തെളിയിച്ചിട്ടുണ്ട്. പൗരോഹിത്യത്തിൻ്റെ രജത ജൂബിലി ആഘോഷിക്കുന്ന ഡൈസൺ അച്ഛനെ ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രജത ജൂബിലിയുടെ എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനകളും അച്ഛന് നേരുന്നു. ഡൈസൺ അച്ഛൻ്റെ കാലഘട്ടത്തിലാണ് 2 ഡീക്കന്മാർ നമ്മുടെ ഇടവകയിൽ സേവനമനുഷ്ഠിച്ചത്. രൂപതയ്ക്ക് നല്ല വൈദികരെ രൂപപ്പെടുത്തിയെടുക്കുവാൻ അച്ഛൻ കാണിച്ച താല്പര്യം വളരെ വലുതാണ്. ഡൈസൺ അച്ഛനെ കുറിച്ച് ഓർക്കുമ്പോഴത്തേക്കും അച്ഛൻ്റെ കൂടെ ഒരു 6 മാസക്കാലം അച്ഛനോടൊപ്പം ആയിരിക്കാനായിട്ട് ഭാഗ്യം ലഭിച്ച വ്യക്തിയാണ് ഞാൻ. അപ്പോൾ എൻ്റെ പരിശീലന കാലഘട്ടത്തിൽ നമ്മളിപ്പോൾ ഏതൊരു അച്ഛൻ്റെ കൂടെ ആയിരുന്നാലും ഒത്തിരിയേറെ പ്രതീക്ഷകളുമായിട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മെ തന്നെ വളർത്തണമെന്നും അച്ഛൻ നമ്മളെ സഹായിക്കുമെന്നും അച്ഛൻ നമ്മുടെ കൂടെ നടന്ന് കൈപിടിച്ച് നടത്തുമെന്നും ഒത്തിരിയേറെ ആഗ്രഹിച്ചാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം ആദ്യം തന്നെ ഒരു വലിയച്ഛൻ്റെ കൂടെ ഇങ്ങനെ മിനിസ്റ്റർ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത്, അതും രൂപതയിൽ അറിയപ്പെടുന്ന ഒരു അച്ഛൻ്റെ കൂടെ അല്ലെങ്കിൽ പ്രസംഗിക്കാനായിട്ട് വളരെയധികം കഴിവുള്ള ഒരു അച്ഛൻ്റെ കൂടെ മിനിസ്റ്റർ ചെയ്യുക എന്ന് പറയുന്നത് ഒത്തിരിയേറെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഒരാൾ കൂടെ നിൽക്കുമ്പോഴത്തേക്കും അച്ഛൻ തരുന്ന ഉത്തരവാദിത്തങ്ങളായാലും അച്ഛൻ തരുന്ന നിർദ്ദേശങ്ങളായാലും അത് നമ്മുടെ ജീവിതത്തിൽ നമ്മളിങ്ങനെ പടിപടിയായിട്ട് അത് ചെയ്ത് തീർക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന സന്തോഷവും അത് തീർന്നു, അത് ചെയ്ത് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അച്ഛൻ നമ്മോട് പറയുന്ന നല്ല വാക്കുകളും ഒത്തിരിയേറെ നമ്മെ ഈ പരിശീലന കാലഘട്ടത്തിൽ ഉള്ളവരെ ഒത്തിരിയേറെ സഹായിക്കാറുണ്ട്. പ്രത്യേകിച്ച് അഭിനന്ദനങ്ങളുടെ വാക്കുകളായാലും നിർദ്ദേശങ്ങളായാലും അത് നമ്മുടെ ജീവിതത്തെ കുറച്ചുകൂടി മെച്ചപ്പെടുത്തുന്ന രീതിയിൽ വാർത്തെടുക്കാനായിട്ട് അച്ഛൻ പലപ്പോഴും എന്നെ സഹായിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ കൂടെ ആയിരിക്കാൻ കഴിയുന്നതിൽ ഒത്തിരി സന്തോഷം, അച്ഛനെ കൂടെ സഹായിക്കാൻ കഴിയുന്നതിൽ ഒത്തിരി സന്തോഷം. അതിലേറെ അച്ഛൻ എന്നെ പഠിപ്പിച്ചതിന് അല്ലെങ്കിൽ എന്നെ നയിച്ചതിന് ഈ ഒരു 6 മാസക്കാലം ജീവിതത്തെ എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിച്ച് കാണിച്ചു തന്നതിന് ഒത്തിരിയേറെ നന്ദി പറയുകയാണ് ഈ അവസരത്തിൽ. അതോടൊപ്പം അച്ഛൻ്റെ ജൂബിലിയുടെ എല്ലാവിധ ആശംസകളും നേരുന്നു.
ഡൈസനച്ചൻ്റെ പ്രവർത്തനങ്ങളിൽ എടുത്തു പറയേണ്ട സവിശേഷതയാണ് സ്ലീവ ബ്ലെസ്സിങ്. ഇടവകയിലെ എല്ലാ ഭവനങ്ങളും വെഞ്ചരിച്ചതോടൊപ്പം ജോലി സംബന്ധമായ കാരണങ്ങളാൽ ഇടവകയിൽ നിന്നും വളരെ വിദൂരത്ത് താമസിക്കുന്നവരുടെ ഭവനങ്ങൾ സന്ദർശിച്ചത് അവരെ അത്ഭുതപ്പെടുത്തി. ഡയസനച്ചനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു പുരോഹിതൻ ഒരു ഇടവകയിലേക്ക് വരുമ്പോൾ അവിടുത്തെ ഇടവകയിലെ ഒരു അംഗമാകുന്നത് സാധാരണമായ ഒരു കാര്യമാണ്. എന്നാൽ ആ ഇടവകയിലെ ഓരോ കുടുംബത്തിലെ അംഗമായി മാറുന്നത് വളരെ ശ്രമകരമായൊരു കാര്യമാണ്. ആത്മീയ തലത്തിലും വ്യക്തിപരമായും ഡയസനച്ചൻ വളരെയധികം പ്രത്യേകതയുള്ള ഒരാളാണ്. ഇടവകയിലെ ഓരോ ജനങ്ങളെയും അത് പ്രായഭേദമന്യേ പേരെടുത്ത് സുഖവിവരങ്ങൾ അന്വേഷിക്കുന്നത് ഒരു പ്രത്യേകത ആണ് അച്ഛൻ്റെ. ആരെ കണ്ടാലും എപ്പോഴാണെങ്കിലും അച്ഛൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എങ്ങനെ സുഖമായിട്ടിരിക്കുന്നു? അത് വളരെയധികം സന്തോഷം തരുന്ന ഒരു ചോദ്യമാണത്. പള്ളിയുടെ അഡ്മിനിസ്ട്രേഷൻ ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ സീരിയസ് ആയിട്ടുള്ള മീറ്റിങ്ങുകളും അച്ഛൻ വളരെ സിമ്പിളായിട്ട് കംപ്ലീറ്റ് ചെയ്യാറുണ്ട്. നമുക്കൊരു ഫണ്ട് സ്വരൂപിക്കേണ്ട സിറ്റുവേഷൻ, ഒരു വളരെ ക്രിട്ടിക്കൽ സിറ്റുവേഷൻ വന്നാലും അച്ഛൻ അതിനെ വളരെ തന്മയത്വത്തോടുകൂടി വളരെ ശാന്തമായിട്ട് നേരിട്ട് അതിനെ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു പ്രകൃതമാണ് അച്ഛൻ്റെത്. ഇടവതലത്തിലാണെങ്കിലും സാമൂഹിക തലത്തിലാണെങ്കിലും വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഈ പ്രശ്നങ്ങളെല്ലാം വളരെ തന്മയത്വത്തോടുകൂടി വളരെ സൗമ്യമായിട്ട് എല്ലാത്തിനെയും ഒരു സൊല്യൂഷനിൽ എത്തിക്കുന്ന ഒരു സ്വഭാവമാണ് ഡൈസനച്ചൻ്റെത്. സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന ഡൈസനച്ചന് കോർഡിനേറ്റർ എന്ന നിലയിലും ഇടവകയുടെ പേരിലും ആശംസകളും പ്രാർത്ഥനകളും നേരും. കുടുംബത്തിൽ ഒരു വൈദികൻ ഉണ്ടാവുക എന്നത് ആ കുടുംബത്തിൻ്റെ അഭിമാനവും ദൈവകൃപയുടെ ദൈവാനുഗ്രഹത്തിൻ്റെ മഹത്തായ കാര്യവുമാണ്. സ്വന്തം അമ്മയുടെയും സഹോദരങ്ങളുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഈ വൈദികർക്ക് എന്നും ഉണ്ടാകും. 25 വർഷമാണ് പല പേരുടെ കയ്യിലും ജോലി ചെയ്ത്, എന്നാൽ ഞാൻ ഒരു ചീത്ത വാക്കും കേട്ടിട്ടില്ല. മോൻ്റെ ജീവിതകാലം മുഴുവനും ഒരു നല്ലൊരു വൈദികനായിട്ട് വരണം. ഡൈസനച്ചൻ എന്ന ഇടയൻ്റെ പ്രയാണം ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ ശക്തിയോടെ പ്രാർത്ഥനാനുഭവത്തോടെ മുന്നോട്ട് പോകുവാൻ വേണ്ട എല്ലാ അനുഗ്രഹങ്ങൾക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസകൾ നേരുന്നു.